ഒരുപാട് കാലം എന്താ പറയുക തോണിയിൽ തേരാപ്പാര നടന്ന് ഈ പുഴയ്ക്ക് കണ്ടില്ലെങ്കിൽ ഈ പുഴയ്ക്ക് കുറുകെ ഞങ്ങൾ ഒരുപാട് കാലം ഇതാക്കണം. അതേപോലെ തോണിയിൽ ജീവൻ പണയം വെച്ച് വർഷങ്ങളോളം ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങളെ എന്താ പറയുക 5ാം ക്ലാസ് മുതൽ 10ഉം +1ഉം +2ഉം വരെ ഞങ്ങൾ ഈ പുഴ കടന്നിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തൂക്കുവാലം വന്നു. ആ തൂക്കുവാലം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഒഴിച്ചു പോയി. പിന്നെ ഇപ്പോൾ അതാക്കണം അങ്ങ് കാണുന്നത് നമ്മളെ ഓടാക്കൽ പാലം. അതിലാണ് ഇപ്പം ഞങ്ങളെ യാത്ര. പാലല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ഇത് ഈ തോണിയാണ് ആശ്രയം അല്ലേ? വർഷങ്ങളുടെ എന്താ പറയാ കൊറേ കാലം തോണി അവിടുന്ന് പോകും. അവിടുന്ന് അങ്ങനെ പോകുന്നു മേലെ അതാകണ അവിടെ വരെ വിട്ടിട്ട് ഇതാണ് അതിലെങ്ങനെ വന്നിട്ട് തോണി ഇതാണ് ഇവിടെ നിൽക്കും. ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ സ്കൂളിൽ പോകണം. ഇപ്പൊ ഏതായാലും നമുക്ക് കുറെ കാലങ്ങൾക്ക് ശേഷേ ആ ഒരു പാലം വന്ന് വണ്ടികളെ കയ്യില് പോവുക നല്ല സൗകര്യമായി. ഇവർക്കൊന്നും ഈ കഥകളൊന്നും അറിയില്ലല്ലോ. അറിയാം ഞങ്ങൾക്ക് ഞങ്ങൾ ഈ പുഴയെ കൂടെ ജീവൻ പണയം വെച്ച സ്കൂളിൽ പോയ കഥ അറിയാം ഞങ്ങൾക്ക് ഇല്ലല്ലോ. ആർക്കേലും എവിടേക്കാലും അങ്ങാടിക്കൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതിലെ തോണിക്ക് പോകുക, അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഇടവണ്ണയ്ക്ക് വെച്ച് പിടിക്കുക. ഇടവണ്ണയ്ക്ക് വന്ന് അധികം വണ്ടി പോകുന്നില്ല, അധികം പോകണ്ട, ചെളിയിൽ പോകണ്ട. പിന്നെ എന്താ പറയുക, വേനൽക്കാലം ആകുമ്പോൾ ഇങ്ങനെ നടന്നു പോകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആവും. വേനലായി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നടത്താണ്. മഴക്കാലം ആകുമ്പോൾ ഇതാണ് നമ്മളെ മൂടപ്പാറ കേട്ടോ. ഇവിടെ എല്ലാവർക്കും അറിയണം മൂടപ്പാറ. 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആ പാറ മൂടിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് സ്കൂളില്ല. 5ാം ക്ലാസ് 5, 7 വരെ. പിന്നെ മേലത്തെ പാറ എന്ന് പറഞ്ഞാൽ വലിയ പാറയാണ്. അത് മൂടിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ആരും കടത്തൂല ഇങ്ങോട്ട്. മത്തി അടുക്കുന്ന പോലെ ഇതാകണം ആ തോണിയിൽ ഞങ്ങളെ ജീവിതം. ഒരു ദിവസം തോണി ഇതാണ് ഇവിടുന്ന് വിട്ടിട്ട് നേരെ മൂടപ്പാറ വലിയ പാറന്റെ മേലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ വിടുന്നത്. അങ്ങനെ വിട്ട് അവിടെയോട്ടെത്തും. അത് ഒരു ദിവസം അവിടെ എത്തിയില്ല. അത് നേരെ ആക്കണം അങ്ങെത്തി. അന്ന് ഞങ്ങൾ വരച്ച വിറണ്ടല്ലോ എത്ര. പിന്നെ അതിൽ അങ്ങോട്ട് അടത്തും. അതെന്താ വെച്ചാൽ ഒരാൾ എഴുന്നേറ്റാ മതി. പേടിച്ചിട്ട് ഒരാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ തോണി മറിയും. പിള്ളേരാണെങ്കിൽ മത്തി അടുക്കി വെച്ച പോലെ. പിന്നെ അത് തോണി കൊണ്ടെടുക്കുന്ന ആൾക്കാരെ കഴിവാണ്. അവരോട് പറയും അനങ്ങരുതിട്ടോ തോണി പിടുത്തം വിട്ടിട്ടുണ്ട് പറയും. ഒരു കുട്ടി അനങ്ങൂല. അനങ്ങി കഴിഞ്ഞാൽ കുറെ ചീത്തയൊക്കെ ആയിട്ടായിരിക്കും. പിന്നെ തോണി കുത്താൻ നമ്മളെ അമരത്തിരിക്കണ നമ്മളെ ചെറിക്കാക്കാണ് പുള്ളിപ്പാടത്തെ. അമരത്ത് ചെറി ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണെന്ന്, ഒരു പേടിയില്ലായിരുന്നു. പിന്നെ ആലിയപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ തോണിക്കാർ ഇവിടുത്തെ അവരുണ്ടായിരുന്നു. അവരായിരുന്നു തോണി എടുക്കല്. അസ്കറൊക്കെ ആലിയാപ്പൊക്കെ ഞങ്ങൾ പോയപ്പോഴുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഇത്. ഇന്ന് നിങ്ങൾക്ക് സുഖമാണ്. സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതാകണ ആ പാലത്തെ കൂടെ കയറി എങ്ങനെ പോയാൽ മതി. ബസ് ഇഷ്ടം പോലെ വീട്ടിലേക്ക് എത്തും. അന്ന് ബസ് പറഞ്ഞ സാധനം നമ്മളെ നാട്ടിലേക്ക് എത്തലില്ല. ഓയ് കളിച്ചിക്കാണ്. ഇപ്പൊ തോണി കടന്നുള്ള പരിചയമൊക്കെ ആർക്കെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യില്ലേ. നിങ്ങൾക്ക് ഇതേപോലെ അനുഭവങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളി. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ. ബൈ ബൈ.